ഒരു കർഷകന് 2 കുടങ്ങളുണ്ടായിരുന്നു. ഒന്നൊരു വിള്ളലുള്ള കുടമായിരുന്നു, ഒന്ന് നല്ലതായിരുന്നു. ഈ നല്ല കുടം എല്ലായ്പ്പോഴും വിള്ളലുള്ള കുടത്തെ കളിയാക്കുമായിരുന്നു. നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നിന്നിൽ വെള്ളം നിറച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്കും മുക്കാലും വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും, അത് ആകെ കിട്ടുന്നത് അത്ര വെള്ളയുള്ളൂ, നിന്നെക്കൊണ്ട് തീരെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നിന്നെ സഹിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ക്രൂരമായിട്ട് കളിയാക്കുമായിരുന്നു. ഒരു ദിവസം ഈ വിള്ളലുള്ള കുടത്തിന് ഭയങ്കര സങ്കടമായി. ആ കുടം കർഷകനോട് പറഞ്ഞു, അങ്ങനെ ഒഴിവാക്കണം, കാരണം എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ വെള്ളം എടുത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും എന്നിലുള്ള വെള്ളമൊക്കെ തീർന്ന് ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ കർഷകൻ പറഞ്ഞു, നീ നമ്മൾ വരുന്ന വഴിയൊന്ന് നോക്കൂ, നിൻ്റെ ഭാഗത്ത് നീ ഉള്ള ആ ഭാഗത്തുള്ള ആ ഒരു വശങ്ങളൊന്ന് നോക്കൂ, അവിടെ നിറയെ ചെടികളും പൂക്കളുമാണുള്ളത്. അവിടെ ഞാൻ കൃഷി ചെയ്തതാണത്, അതായത് എനിക്കറിയാമായിരുന്നു നിന്നിൽ വിള്ളലുണ്ട് എന്ന്. അപ്പോൾ ആ വരുന്ന വഴിക്ക് ആ വിള്ളലിലൂടെ വെള്ളം നനഞ്ഞ് അവിടെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായി. അതേസമയം വിള്ളലില്ലാത്ത കുടമുള്ള ഭാഗം നോക്കൂ, അവിടെ മരുഭൂമിയായിട്ട് കിടക്കുകയാണ്, അവിടെ യാതൊരു പ്രയോജനവും ഇല്ലാതെയാണ് ഉള്ളത്. ഇത് കേട്ട ഉടനെ ചെറിയ കുടത്തിന് സന്തോഷമായി. കാരണം തന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ചെടികളും മരങ്ങളും അല്ലെങ്കിൽ പൂക്കളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. ഇതേപോലെയാണ് നമ്മളുടെ അവസ്ഥയും. ഓരോരോ കുറവുകൾ ഉണ്ടായിരിക്കും, പക്ഷെ ആ കുറവിൽ നിന്നും നന്മയിലേക്ക് എത്താൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നന്മ. ഹാവ് എ നൈസ് ഡേ.